ജനങ്ങൾ ഇതിന് കണക്ക് പറയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്നല്ല, അമ്മപെങ്ങന്മാരുള്ള ഒരാളിനും അംഗീകരിക്കാൻ പറ്റാത്ത പരാമർശങ്ങളാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് അവരുടെ ക്ഷമാപണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറഞ്ഞാണ്. ഈ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയ ഇങ്ങനെയുള്ള ആളുകളുടെ രാഷ്ട്രീയം അതൊരു പൊതുവേദിയിലാണല്ലോ അയാൾ പറഞ്ഞത്. അപ്പോൾ അത് കേട്ടുകൊണ്ടിരുന്ന നേതാക്കൾ മിണ്ടാതിരിക്കുമ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ ഈ വിഷയത്തിലൊരു നിലപാട് പറയണ്ടേ? പ്രത്യേകിച്ച് താങ്കളുടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നയാൾ ഇത് തള്ളിപ്പറയാനെങ്കിലും തയ്യാറാകേണ്ടതല്ലേ? തീർച്ചയായിട്ടും അവരാരും തന്നെ, അതാണ് ഞങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത്. ഇദ്ദേഹം ഇത് പറയുന്ന സമയം അത് കേട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള നേതാക്കന്മാരും സ്ത്രീകളടക്കമുള്ളവർ അവിടെ ഇരിപ്പുണ്ട്. അവരാരും തന്നെ അത് കേട്ടിട്ട് ഒരു അക്ഷരം മിണ്ടിയില്ല എന്നുള്ളപ്പോൾ അത് മൊത്തത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയിലെ കുറേ അധികം പേരുടെ അഭിപ്രായം, ഒരിക്കലും എല്ലാവരുടെയും അഭിപ്രായമാണെന്ന് ഞങ്ങൾ ആരും വിശ്വസിക്കുന്നില്ല. എല്ലാവരും അങ്ങനെ കോൺഗ്രസ്സിലെല്ലാവരും എല്ലാവരെയും അപമാനിക്കുന്ന സ്വഭാവമാണെന്ന് ഞങ്ങളാരും കരുതുന്നില്ല. പക്ഷേ ഇദ്ദേഹം ഇതിനു മുമ്പും ഇങ്ങനെയൊക്കെ പല അവസരങ്ങളിൽ പല പരാമർശങ്ങളും നടത്തിയിട്ടുള്ളതായിട്ട് ഇപ്പം പുറത്ത് വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളിൽ, കാരണം ഞങ്ങൾ ആരെയും അപമാനിക്കാൻ വേണ്ടി നിൽക്കുന്നവരല്ല, അപമാനിച്ചിട്ടുമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ എല്ലാ നേതാക്കന്മാരും ഞങ്ങളുടെ ആരുടെയും ഒരു പ്രസംഗത്തിലും ഞങ്ങൾ ആരെയും വ്യക്തിഹത്യയൊന്നും നടത്താറില്ല. സ്ത്രീക്കെതിരായിട്ടുള്ള ഒരു കുറ്റമാണ് നടന്നത്. അതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഖേദം ഏതെങ്കിലും തരത്തിൽ അംഗീകരിക്കാൻ കഴിയുന്നതാണ്? ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഖേദം പ്രകടിപ്പിച്ചാൽ തീരുന്ന കാര്യമൊന്നുമല്ല ഇത്. കാരണം നാളെ ഒരു സ്ത്രീയുടെ നേരെയും, നാളെ ഏത് പ്രസ്ഥാനത്തിൽ ഒരു സ്ത്രീ ഉയർന്നു വരുമ്പോഴും അല്ലെങ്കിൽ അവരെ ഉയർത്തി പൊതുസമൂഹത്തിലേക്ക് ആ പ്രസ്ഥാനം നിർത്തുമ്പോഴും ആർക്കെതിരെയും ഇത്തരത്തിലുള്ള വ്യക്തിപരമായ അധിക്ഷേപം അനുവദിക്കാൻ കഴിയുന്നതല്ല. ഇപ്പം നേരത്തെ സൂചിപ്പിച്ച പോലെ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശവും ഉള്ളവരാണ്. അത് കാൻഡിഡേറ്റ് ആയാലും വീട്ടിലിരിക്കുന്ന സ്ത്രീ ആണെങ്കിലും ഏത് ജോലി ചെയ്യുന്ന സ്ത്രീ ആണെങ്കിലും അവർക്കെല്ലാം ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ സംരക്ഷണവും അവകാശവും ഉള്ളതാണ്. ഇത്തരം മ്ലേച്ഛമായ വാചകങ്ങൾ ഉപയോഗിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചതിന് ശേഷം ഖേദം പ്രകടിപ്പിക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നും എന്ന് കരുതുന്നില്ല. ഇത്തരത്തിൽ ഒരു കാര്യവും ആവർത്തിക്കപ്പെടാൻ പാടില്ല. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഏറ്റവും ഫസ്റ്റ് ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞത് ഒരു തരത്തിലും ഈ തെരഞ്ഞെടുപ്പിൽ വ്യക്തിഹത്യയോ വ്യക്തിപരമായ പരാമർശമോ അധിക്ഷേപമോ നടത്തരുതെന്നാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി മണ്ഡലം സെക്രട്ടറി പറഞ്ഞതുപോലെ ഇലക്ഷൻ കമ്മീഷനടുത്ത് കൃത്യമായ പരാതികൾ കൊടുക്കും, പോലീസിൽ പരാതിപ്പെടും. എല്ലാ അർത്ഥത്തിലും അത് സർവ്വസജ്ജമായിട്ട് പാർട്ടി തന്നെ അത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് നീങ്ങുകയാണ്. 10 വർഷമായിട്ട് ഇവിടുത്തെ MLA ആണ്. അപ്പോൾ ഒരു ആളെങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത് എന്നുള്ളതാണല്ലോ അവരുടെ ആ വാചകത്തിലൂടെ വ്യക്തമായത്. വികസനം കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ ഒക്കെ വിലയിരുത്താം, പ്രവർത്തനത്തെ വിമർശിക്കാം. പക്ഷേ ആ നിലയിൽ ഒരു വിമർശനമല്ലല്ലോ വന്നത്. ആ നിലയിൽ കൂടി ഇതിനെ കാണണ്ടേന്നുള്ളത്. കായംകുളത്തെ പൊതുജനങ്ങൾ വിലയിരുത്തുന്നത് ഇങ്ങനെയല്ലല്ലോ. പൊതുജനങ്ങൾ കായംകുളത്തെ വികസനവും ക്ഷേമവും കൊണ്ട് ഞങ്ങളെയൊക്കെ അവരുടെ ഹൃദയത്തിലാണ് പലപ്പോഴും പലരും നമുക്ക് സ്ഥാനം തരുന്നത്. അവരുടെ വാക്കുകൾ കൊണ്ട് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്കറിയാം. മേ ബി ഒരുപക്ഷെ അതിൻ്റേതായിട്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ട് പറഞ്ഞതാവാം. ഇതിൽ ഈ ഇടതുപക്ഷത്തിന് കിട്ടുന്ന സ്വീകാര്യത കൊണ്ടും നമ്മൾ നടത്തിയ വികസനക്ഷേമ പ്രവർത്തനങ്ങൾ കണ്ട് മറ്റൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്കറിയാം കോടിക്കണക്കിന് രൂപയുടെ മറ്റ് തൊട്ടടുത്ത മണ്ഡലങ്ങൾ വെച്ച് നോക്കുമ്പോൾ എല്ലായിടത്തും വികസനം ഇടതുപക്ഷം നടത്തിയിട്ടുണ്ട്. പക്ഷേ കായംകുളത്ത് ഞങ്ങൾ കൃത്യമായി അറേഞ്ച് ചെയ്ത് ഓരോ അറ്റം മുതൽ അടുത്തറ്റം വരെ ഓരോ സ്ഥലത്തും കോടിക്കണക്കിന് രൂപയുടെ റോഡുകൾ, പാലങ്ങൾ, മേൽപ്പാലങ്ങൾ, ആശുപത്രി, ഇപ്പം തന്നെ ഇവിടെ ഇരുന്ന ശബ്ദം കേൾക്കാം, ആശുപത്രി കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു താലൂക്ക് ആശുപത്രിയാണ് 62 കോടിക്ക് പണിതുകൊണ്ടിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് മാർക്കറ്റ് പാലം പണിയാൻ പോകുന്നു, പാർക്ക് ജംഗ്ഷൻ പാലം പണിതിട്ടിരിക്കുന്നു. തൊട്ട് നിങ്ങൾ കാണുവാണെങ്കിൽ പഴയ ബോയ്സ് ഹൈസ്കൂളും ഇപ്പോഴത്തെ സ്കൂളും അങ്ങനെയെല്ലാം ഞാൻ കൺമുമ്പിൽ വികസനങ്ങൾ കാണിച്ചുകൊണ്ടാണ്. അതൊന്നും കണ്ടില്ല എന്നടിച്ചുകൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും ഇടതുപക്ഷത്തെയും ഒപ്പം ഓരോ ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥികളെയും അപമാനിക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമം അത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വന്നു. പക്ഷേ അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് അദ്ദേഹം പറഞ്ഞത് സ്ത്രീ വിരോധമാണ്. അതുപോലെ സ്ത്രീയുടെ ശരീരത്തോടും അല്ലെങ്കിൽ സ്ത്രീയുടെ പ്രവർത്തനത്തോടുമൊക്കെയുള്ള അധിക്ഷേപമാണ്. ഞങ്ങൾക്ക് ഉറപ്പറിയാം, കായംകുളത്തെ ജനങ്ങൾക്കറിയാം ഈ കായംകുളം മണ്ഡലത്തിൽ എത്രത്തോളമാണ് വികസനം നടന്നിരിക്കുന്നത്, എത്രത്തോളമാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ നടന്നിരിക്കുന്നതൊക്കെ അറിയാം. ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇദ്ദേഹമൊക്കെ കാണാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഈ നാട്ടിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഏറ്റവും കൂടുതൽ ചികിത്സാ സഹായം വാങ്ങിച്ചു കൊടുത്ത ഒരു മണ്ഡലവും MLA ഒക്കെയാണിത് ഏറ്റവും കൂടുതൽ. അപ്പോൾ അതൊന്നും കണ്ടിട്ടേ ഇല്ല. കാരണം അതൊന്നും അവരുടെ കൺസേണേ അല്ല. അവർ ഒരു MLA കാൻഡിഡേറ്റിനെ കാണുന്ന വെറും ഒരു സ്ത്രീ എന്ന രൂപത്തിൽ അവർക്കത് വെറും സ്ത്രീ ആയിരിക്കാം, സ്ത്രീകളോടുള്ള സമീപനമായിരിക്കാം. ഞങ്ങൾ പറയുന്ന കേരളത്തിൽ ഇപ്പം ഏത് മേഖല, ഇപ്പം ചിലപ്പം ഏത് ജോലിക്ക് പോകുന്നതിന് മഹത്വമുണ്ട് അല്ലേ? ഏത് ജോലി ഒരു സ്ത്രീ ചെയ്താലും അതിനൊക്കെ മഹത്വമുണ്ട്. ഞങ്ങൾ അങ്ങനെയാണ് സ്ത്രീയെ കാണുന്നത്. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ സ്ത്രീപക്ഷമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ വന്നത്. വനിതകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രത്യേക വകുപ്പ് തന്നെ രൂപീകരിച്ച സർക്കാരായത്. ഇപ്പം നമ്മൾക്കെല്ലാം ഇത് ആ പരാമർശം കേട്ടപ്പോൾ MLAക്ക് ശരിക്കും എന്താ തോന്നിയത്? മനസ്സിന് വേദന തോന്നിയോ? അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും ഗുരുതരമായ ഒരു ആക്ഷേപം ഇതുപോലൊരു മണ്ഡലത്തിൽ നിന്നൊരു ലീഗ് നേതാവ് പറയുന്നു.
ശരിക്കും ഞാൻ ആദ്യം ഞെട്ടിപ്പോയി. ഇത്ര മോശമായിട്ടൊക്കെ ഒരാൾ സംസാരിക്കുമോ, ഞാൻ ഞെട്ടിപ്പോയി. പിന്നീട് നല്ല സങ്കടം വന്നു. സ്റ്റിൽ നൗ അത്രയും വിഷമം ഉണ്ട് എനിക്ക്. എം ലിജു ഖേദം പ്രകടിപ്പിക്കണമെന്നൊരു ആവശ്യം ഔദ്യോഗികമായിട്ട് LDF ഉന്നയിക്കുന്നുണ്ട്. കാരണം ലിജുവിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് ഒരാൾ വന്നിട്ട് ഒരിക്കലും ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നത് അത് നീചമായ വാക്കുകൾ ഉപയോഗിച്ചു. സ്വാഭാവികമായിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം UDF ആകെ ഉള്ളപ്പോഴും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ അദ്ദേഹം ഏറ്റെടുത്തു. കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പോകുന്നതിൽ വലിയൊരു വിഭാഗം സ്ത്രീകളായിരുന്നു. അവരോടുള്ള ഒരു അതിക്രമം കരുതിയാൽ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം താങ്കൾ പറഞ്ഞ ഭാഗം വെച്ചിട്ട് പറഞ്ഞാൽ, ഈ UDF നേതാവിൻ്റെ പരാമർശത്തിന് ശേഷം സ്ഥാനാർത്ഥി ഉൾപ്പെടെ UDF പ്രമുഖരായ 1 ഡസനിലേറെ ആളുകൾ സംസാരിച്ചു. അവരാരും തന്നെ ഇദ്ദേഹം നടത്തിയ ഈ പരാമർശം സ്ത്രീവിരുദ്ധമാണെന്നും ഇത് പാടില്ലായിരുന്നുവെന്നും ഞങ്ങളതിനോട് ക്ഷമ ചോദിക്കുന്നുവെന്നും അവരാരും തന്നെ ആ കൺവെൻഷനിൽ പറഞ്ഞില്ല. UDF കൺവെൻഷനിൽ നടത്താൻ പാടില്ലാത്ത ഒരു പരാമർശമാണ് ഇദ്ദേഹം നടത്തിയതെന്ന് അതിനുശേഷം പ്രസംഗിച്ച ഒരാൾ പോലും സംസാരിച്ചില്ല എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഇപ്പോൾ ഇത് വിവാദമായപ്പോഴാണ് അവർ ക്ഷമ പറയാനായിട്ട് ഇറങ്ങിയത്. അതിൽ യാതൊരു കാര്യവുമില്ല. വ്യക്തിപരമായി അധിക്ഷേപിച്ച് കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം നടന്ന വികസനക്ഷേമ പ്രവർത്തനങ്ങളെ അതിൽ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഞങ്ങളുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഈ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിൽ മാറ്റങ്ങൾ വരുത്താനാണ് അവർ ശ്രമിക്കുന്നത്. യാതൊരു സംശയമില്ല, ജനങ്ങൾ ഇതിന് കണക്ക് പറയും എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഇത് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എന്നല്ല, അമ്മപെങ്ങന്മാരുള്ള ഒരാളിനും അംഗീകരിക്കാൻ പറ്റാത്ത പരാമർശങ്ങളാണ് ഇവർ നടത്തിയത്. അതുകൊണ്ട് അവരുടെ ക്ഷമാപണമൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവർ നിയമത്തിൻ്റെ മുന്നിൽ മറുപടി പറഞ്ഞാണ്. ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോടാണ് അഭ്യർത്ഥിക്കുന്നത്. ഇതിന് മറുപടി ഈ നാട്ടിലെ ജനങ്ങൾ പറയണമെന്ന് വളരെ ഹൃദയത്തിൽ തട്ടി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും. ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുണ്ടാവും. ഈ നാട് മൊത്തം പ്രതിഷേധിക്കും. അതൊരു LDF പ്രതിഷേധമല്ല, ഈ നാട്ടിലെ ജനങ്ങളുടെയും സ്ത്രീകളുടെയും പ്രതിഷേധം ഈ കാര്യത്തിൽ ഉയരുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതെല്ലാം ഉണ്ടാവും. കേരളത്തിൽ ഈ സ്ത്രീകൾ ഈ സാമൂഹ്യ രംഗത്ത് മുന്നോട്ട് വന്ന ആരുടെയും ഔദാര്യം കൊണ്ടല്ല, അവരുടെ കഴിവ് കൊണ്ട് തന്നെയാണ്. അത്തരത്തിലേക്ക് മുന്നോട്ട് വന്ന ഒരു സ്ത്രീ അതൊരു ജനപ്രതിനിധിയെ അവഹേളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കേരളത്തിൽ ഇങ്ങനെ മുന്നോട്ട് വരാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് വന്ന സ്ത്രീകളെ മൊത്തത്തിൽ അപമാനിക്കുന്ന ഒരു പ്രവൃത്തിയല്ലേ ചെയ്തത്. പ്രത്യേകിച്ച് ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് കൂടിയാണെന്ന് അയാൾ അവകാശപ്പെടുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും. കാരണം ഇന്ന് കേരളത്തിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എടുത്താൽ നമുക്ക് ഒത്തിരി മിടുക്കരായ സ്ത്രീകൾ പൊതുരംഗത്ത് ഒരുപാട് ഉയർന്ന് പ്രവർത്തിക്കുന്ന കാണാം. ഏതിപ്പം കായംകുളം നഗരസഭ തൊട്ട് നമ്മൾ എടുത്ത് നോക്കിയാൽ 6 പഞ്ചായത്തുണ്ട് ഇവിടെ. അവിടെ എല്ലായിടത്തും പകുതിയിലധികം സ്ത്രീകളുണ്ട് പലയിടത്തും. ഇപ്പോൾ ഒരിടത്ത് 18 പേരാണ് അംഗങ്ങളെങ്കിൽ 10 പേര് സ്ത്രീകളാണ് പലയിടത്തും, അല്ലെ 11 പേര് സ്ത്രീകളാണ്. ജനറൽ സീറ്റിൽ നിന്ന് പോലും ഇടതുപക്ഷം പലപ്പോഴും സ്ത്രീകളെ മത്സരിപ്പിക്കുന്നുണ്ട് പഞ്ചായത്തുകളിലടക്കം. അപ്പം ഒരുപാട് ചെറിയ പെൺകുട്ടികളെ അടക്കം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഒത്തിരി ചെറിയ പെൺകുട്ടികൾ പഠിക്കുന്നവർ, ഗവേഷണം നടത്തുന്നവർ, അഭിഭാഷകർ, അങ്ങനെയൊക്കെ ഒരുപാട് ചെറിയ പെൺകുട്ടികളെ ഞങ്ങളടക്കം ഇടതുപക്ഷം അടക്കം റിക്രൂട്ട് ചെയ്ത് പൊതുരംഗത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇത്തരത്തിലുള്ള ചില പ്രതിലോമ പ്രവർത്തനങ്ങൾ വരാൻ ഇരിക്കുന്ന പുതിയ തലമുറയ്ക്കൊക്കെ തന്നെ. പക്ഷേ സ്ത്രീകളൊക്കെ ശക്തരാണ്. നമുക്ക് കേൾക്കുമ്പോൾ വിഷമമൊക്കെ വരും. പക്ഷേ ഒരു കാര്യം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ത്രീകളൊക്കെ ശക്തർ തന്നെയാണ്. അവരെ ഡിമോറലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ചില നീചമായ ശക്തികളുടെ ലക്ഷ്യം. ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തുനിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലേറ്റിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ, വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. അത് മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് കൂടി മനസ്സിലാവണം നമുക്ക്. അതായത് ഒരാൾ ക്യാമറകൾക്ക് മുന്നിരുന്ന് കരയുമ്പോഴും ഇത് ഒരു ധാർമ്മികമായി ചോദ്യം ചെയ്തു എന്നൊരു തോന്നലുണ്ടോ MLA? അത്തരം പ്രതികരണം പാർട്ടി നടത്തും. ഇതൊരു സ്ത്രീവിരുദ്ധ പ്രസ്താവന എന്ന് പറയുന്ന സ്ത്രീ പീഡനമാണ്. ഇത് കുറ്റകൃത്യമാണ്. ഒരു കുറ്റകൃത്യം ചെയ്തതിനു ശേഷം ആ കുറ്റകൃത്യത്തിൽ മാപ്പ് അപേക്ഷിച്ച് രക്ഷപ്പെടാൻ സാധിക്കില്ല. UDF ചെയർമാൻ എന്ന നിലയിൽ ഈ നടത്തിയ സ്ത്രീവിരുദ്ധ പ്രസ്താവന സ്ത്രീ പീഡനമാണ്. ഈ സ്ത്രീ പീഡനം എന്ന് പറയുന്ന കുറ്റകരമാണ്, ശിക്ഷാർഹമാണ്. അതിന് യുക്തമായ നടപടികൾ എടുത്തേ മുൻപോട്ട് പോകും. അത് ഒരു മാപ്പ് പറഞ്ഞു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കുറ്റകൃത്യം ഇല്ലാതാകില്ല. കൃത്യമായി ഈ കുറ്റകൃത്യത്തിന് വേണ്ട ശിക്ഷ നൽകുന്നതിനുള്ള നടപടികളുമായിട്ട് LDF മുൻപോട്ട് പോകും.